ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ കുറ്റം മാത്രമല്ലേ കണ്ടുപിടിക്കുള്ളൂ. എനിക്ക് വയ്യ. എത്ര നാളായിട്ട് ഞാൻ സഹിക്കുന്നു. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഞാൻ പോകുന്നു. നീ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. നിനക്ക് എങ്ങോട്ടാണെങ്കിലും പോവാ. നീ പോയി തന്നാൽ എനിക്ക് അത്ര സമാധാനം. എന്നിട്ട് വേണം നല്ലൊരു പെണ്ണിനെ കൊണ്ട് റഷീദിന്റെ കല്യാണം നടത്താൻ. എനിക്കറിയാം നിങ്ങളിങ്ങനെ പറയുള്ളൂന്ന്. നിങ്ങൾക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലല്ലോ. നിന്ന് ഡയലോഗ് അടിക്കാതെ വേഗം പോകാൻ നോക്ക്. എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ പോയി കഴിഞ്ഞ് നിങ്ങളുടെ മകനെ വേറെ കല്യാണം കഴിപ്പിക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നോക്കിക്കോ, നിങ്ങളുടെ മകനെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. എൻ്റെ വരുതിയിലാക്കും. പിന്നെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത പോലും അയാളുടെ മനസ്സിൽ കാണില്ല. എൻ്റെ മകനെ എന്നിൽ നിന്ന് അകറ്റാനാണോ നീ നോക്കുന്നേ? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം അവൻ എൻ്റെ മകനാ. നമുക്ക് നോക്കാം ആരെ ജയിക്കാൻ പോകുന്നതെന്ന്. ഞാൻ പോകുന്നു ഇപ്പോൾ. എന്തൊരു സമാധാനം. അങ്ങനെ ഒരു ശല്യം ഇവിടുന്ന് പോയി കിട്ടി. ഇനി ഇങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു. നടന്ന് മടുത്തു. ഒരു ഓട്ടോ പോലും കാണുന്നില്ലല്ലോ. അർപ്പിത മോന്റെ വീട്ടിലേക്കാണെങ്കിൽ കുറേ ദൂരമുണ്ട്. ഇനിയും കുറേ നടക്കണമല്ലോ. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ഞാനും സുമയ ടീച്ചർ ഒരുമിച്ചായിരിക്കുമല്ലോ സ്കൂളിൽ പോകുന്നത്. ഇനി തൊട്ട് സുമയ ടീച്ചർ ഇവിടെയല്ലേ നിൽക്കുന്നത്. ആൻറ്റി ആൻറ്റി, സുമയ ടീച്ചർ ഇനി ഇവിടെയല്ലേ നിൽക്കുന്നത്. ടീച്ചറോട് ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ പറഞ്ഞു തരുമോ? അപ്പോൾ എനിക്ക് നല്ല മാർക്ക് മേടിക്കാമല്ലോ. നീ അത് നോക്കിയാണോ ഇരിക്കുന്നത്? ടീച്ചർ പറഞ്ഞു തരാനൊന്നും പോകുന്നില്ല. ടീച്ചറുടെ അടുത്ത് നിന്ന് വല്ലതും പഠിക്കാൻ നോക്ക്. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ ആ മ്യൂസിക് ക്ലാസ്സിന് പോയി ചേരാൻ? ഇപ്പോൾ വെറുതെ ഇരിക്കുമല്ലേ? ആകെ ഒരു അവധിക്കാലം കിട്ടുന്നത്. ആ സമയത്ത് ഞാൻ വെറുതെ ഒന്ന് വീട്ടിലിരുന്നോട്ടെ. മോനെ അർപ്പിതേ, ആഹാ ടീച്ചർ വന്നല്ലോ.